ഇപ്പോൾ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ് പോയിന്റിലാണ്, കേരള എൻട്രിയുടെ പോയിന്റിലാണ് നമ്മൾ ഡേ ഔട്ട് പാക്കേജുമായിട്ടാണ് വന്നത്. ഇതാണ് ടൈഗർ റിസർവിൻ്റെ എൻട്രി. എല്ലാവർക്കും ഡേ ഔട്ട് പാക്കേജ് ഇട്ട പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ കാഴ്ചയുടെ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ വന്ന് എൻട്രി പാസ്സൊക്കെ എൻട്രി ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പാസ്സൊക്കെ എൻട്രി ചെയ്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 75 രൂപയാണ് അടയ്ക്കേണ്ടത്. വെഹിക്കിൾ ചാർജും ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നീടൊന്നും അടയ്ക്കേണ്ടതായിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ നിന്ന് പ്രധാന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് രാവിലെ 10 മണിക്കാണ് ഡേ ഔട്ട് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരം 5 മണി വരെയാണ് സമയം. അതിൻ്റെ കുറേ കാഴ്ചകളുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിയതിന് ശേഷം നമ്മളുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മങ്കീസിനെയാണ്. വളരെ അറ്റാക്കിംഗ് മോഡിലിരിക്കുന്ന മങ്കീസ് ഉണ്ട് ഇവിടെ. ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ടിക്കറ്റ് വെരിഫിക്കേഷൻ കൗണ്ടറിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ വന്ന് നമ്മുടെ ആ ഓൺലൈൻ റിസർവ് ചെയ്ത കാര്യങ്ങളെല്ലാം കൊടുത്ത് അവിടെ നിന്നൊരു പാസ് മേടിച്ചു. വേറെ ഒന്നും എമൗണ്ടൊന്നും അടയ്ക്കേണ്ടില്ല, കാരണം എല്ലാം ഓൾറെഡി അടച്ചതാണ്. ഈ റൂമിനകത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു കൗണ്ടറിനകത്ത്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി. നമ്മൾ മൊത്തത്തിൽ 10 പേർക്കാണ് ഡേ പാക്കേജ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഒരു ടീം വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ്. അത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ 3 വണ്ടിയിലായിട്ടാണ് 3 വണ്ടിയിലുള്ള ആളുകളുണ്ട്, 10 പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗൈഡും കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവർ ഓരോ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ എൻട്രൻസ് പോയിൻ്റ്. സഫാരിക്കുള്ള ബസ്സുകളൊക്കെ അതാ പോവുകയാണ്. വേണ്ട, അവരുടെ ഗൈഡ് എല്ലാ വണ്ടിയിലും കയറുന്നുണ്ട്. നമ്മൾ 3 വണ്ടി 10 പേരുടെ പാക്കേജ് ആയതുകൊണ്ട് തന്നെ അവർ ഗൈഡും കൂടെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് റെഡിയായി നമ്മൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതിനിടയ്ക്ക് മങ്കിയുടെ ഒരു ചെറിയ അറ്റാക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. മങ്കി വന്ന വണ്ടിക്കകത്തിരുന്ന ഒരു ടിഷ്യൂവിൻ്റെ ഒരു ബോക്സൊക്കെ എടുത്തുകൊണ്ട് പോയി. തുറന്നതിൻ്റെ ഇടയ്ക്ക് വളരെ സൂക്ഷിക്കുക, ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ സൂക്ഷിക്കുക. അങ്ങനെ നമ്മുടെ പാക്കേജിൻ്റെ ട്രിപ്പ് യാത്രയായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കയറി ചെല്ലുന്നിടത്ത് തന്നെ ആണ് നമ്മുടെ സ്റ്റേ ഒക്കെ വരുന്ന ടെൻറ്റ് ഹൗസ് അതൊക്കെ വരുന്നൊരു ഏരിയ. അത് വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ കാഴ്ചകൾ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്കോ ഷോപ്പുണ്ട്. എക്കോ ഷോപ്പൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. രാവിലെ ഈ സൈറ്റ് സീയിങ്ങിന് മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും നോക്കണം. സൈഡിലേക്കൊക്കെ നോക്കണം എന്നൊക്കെ ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് 2 സൈഡും കുറച്ച് ദൂരം ഇങ്ങനെ വെട്ടി ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ടൈപ്പ് നടുക്ക് റോഡുമാണ്. അപ്പോൾ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ഡ്രൈവ് തന്നെ നല്ല രസമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പറമ്പിക്കുളത്ത് ഈ ഒരു ഏരിയയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 ടീം, ഒരു ടീം ഇവിടെ നിന്ന് വന്ന പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്ന പാലക്കാട് നിന്ന് വന്ന 2 ഫാമിലി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു യാത്ര. അവരുടെ കാറാണ് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ആയിട്ട് പോകുന്നത്. ഇതാണ് ഡാമിൻ്റെ ആ ഒരു ഏരിയ. ഈ ഡാമിൻ്റെ ഏരിയയിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു സൈറ്റ് സീയിങ് കിട്ടി. ഒരു സൈറ്റ് സീയിങ് നമുക്ക് ആദ്യത്തെ സൈറ്റ് സീയിങ് ഇവിടെ വെച്ച് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിനകത്തിവിടെ വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ ആ ഒരു ഏരിയയിലെത്തി. ഈ ഡാം വന്നിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് ഈ ഡാം വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഡാമിന് മുമ്പായിട്ടുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു അമ്പലം. അവിടെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ മൃഗങ്ങൾ, ആനയും ഒക്കെ ഇറങ്ങി വരും എന്നാണ് നമ്മുടെ അടുത്ത് ഗൈഡ് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ ഇറക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ച് നമ്മളെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്.
കാഴ്ചകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ ഒരു ട്രീ ഹൗസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ട്രീ ഹൗസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ നിർത്തി അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കി. ഇവിടെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. ഇവിടെ നൈറ്റ് സ്റ്റേക്ക് 15,500 എന്താണ് ഓൺലൈൻ ടിക്കറ്റ് റേറ്റ് എന്ന് അവർ പറയുകയുണ്ടായി. ഇതാണ് അതിൻ്റെ കാഴ്ച. റൂം വളരെ ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വുഡൻ കോട്ടേജാണിത്. അവിടെ നിന്ന് ഉള്ള വ്യൂ ഇങ്ങനെയാണ്, ഡാമിൻ്റെ വ്യൂ. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഡാമിൻ്റെ. ഇതാണ് കോട്ടേജിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വ്യൂ ആണുള്ളത്. ഡാമിൻ്റെ വ്യൂ എങ്ങനെയാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഈ ആ കോട്ടേജിൻ്റെ കാഴ്ചകളെ കണ്ടു. ഒരു സഫാരി ബസ് പോകുന്നതാണ്. നമ്മൾ വണ്ടിയെ കൂടെ പാർക്ക് ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ ആ കാണുന്ന അവിടെയും സ്റ്റേ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയുണ്ടായവർ. അങ്ങനെ ഒരു 5-10 മിനിറ്റോളം നമ്മളവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. കണ്ടോ, ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഡാമിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഡാം ഇതാ എത്താൻ പോവുകയാണ്. എത്താൻ പോകുന്നേ ഉള്ളൂ. ഇതാ ഡാമിൻ്റെ സൈഡിലായിട്ട് കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡാം. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ പോലെ ഈ ഡാമിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെൻറ് കയ്യിലാണ്. വെള്ളം കൊണ്ടുപോകുന്നത് കുടിവെള്ളമായിട്ട് തമിഴ്നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഓവർഫ്ലോ വരുന്ന വെള്ളമാണ് കേരളത്തിലേക്ക് തുറന്നു വിടുന്നത് എന്ന് പറയുണ്ടായി. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത് അടുത്ത ഡാമിൻ്റെ ആ ഒരു താഴെയുള്ള ഭാഗത്ത് വന്നു. അതായത് ഡാമിൻ്റെ കാഴ്ച. ഇതിലൂടെ തുറന്നു വിടുന്ന ഓവർഫ്ലോ വരുന്ന വെള്ളം കേരളത്തിലേക്കാണ് പോകുന്നത്. ഡാമിൻ്റെ മുകളിലേക്ക് എൻട്രി പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു. ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ശരിക്കും അത് ആളുകളെ ഒന്ന് കയറി കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. കാരണം തമിഴ്നാടിൻ്റെ കൺട്രോളാണ് ഡാമെങ്കിലും അതിൽ കേരളത്തിൻ്റെ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഓൾ ഓവർ ദ വേൾഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡാം കാണാനുള്ള ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതിൽ കയറുന്നത് നന്നായിരുന്നു എന്ന് തോന്നി. ഇവിടെ നിന്ന് അടുത്തൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നൊരു ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കണ്ടു. കുറച്ച് ദൂരം വന്നിട്ട് വീണ്ടും ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. 2-3 വ്യൂ പോയിൻറ്റുകളുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ വാൽപ്പാറയുടെ മലയും നമ്മുടെ നെല്ലിയാമ്പതി മലകളൊക്കെ കാണാൻ പറ്റുന്ന ഏരിയയൊക്കെ ഉണ്ട്. ഒക്കെ കണ്ടു. ഉണ്ടോ, നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഓരോരുത്തരുടെ കാഴ്ചകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മുളയരി കൊണ്ടുള്ള അതിൻ്റെ കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു വാൽവ് ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഡാമിൻ്റെ. ഇങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എക്കോ ഷോപ്പൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് വന്ന് കുറച്ച് ദൂരം വന്നിട്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളുമായിട്ട് എല്ലാവരെയും കാണാം. നന്ദി, നമസ്കാരം. മനോഹരമായിട്ടുള്ള പറമ്പിക്കുളം കാഴ്ചകളുമായിട്ട്